എത്തിയപ്പോഴേക്കും പതിവ് പോലെ അവർ മൂന്നും കാർത്തിയും അഭിയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു. കാർത്തിയുടെ വാചകവിളിക്ക് ആര് ചിരിച്ചില്ലേലും ഗീതു ചിരിച്ചു കൊടുത്തു. അഭിയോടും അവൾ പെട്ടെന്ന് കൂട്ടായി. മഞ്ജു കാർത്തിയോട് ഒരകലമിട്ടെങ്കിലും അഭിയോട് നന്നായി സംസാരിച്ചു തുടങ്ങി. അനുവാണെങ്കിലോ അഭിയോട് അകലം പാലിച്ച് കാർത്തിയോടും മിണ്ടി. ഗീതു 4 പേരോടും നല്ല രീതിയിൽ വായിട്ടരച്ചു. അങ്ങനെ തമാശകളും പൊട്ടിച്ചിരികളുമായി അവർ ഇരുന്നു. അഭിയുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അനുവിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു. അവളും ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കി. കണ്ണുകൾ തമ്മിൽ ഉടക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ചിരിക്കും, എന്നിട്ട് നോട്ടം മാറ്റും. കാർത്തി വേഗം ഗീതുവിനെയും മഞ്ജുവിനെയും വിളിച്ച് അവരുടെ കണ്ണുകൾ കൊണ്ടുള്ള കഥകളി കാണിച്ചു കൊടുത്തു. അവർ മൂന്നും പരസ്പരം ചിരിച്ചു തലയാട്ടി. കാർത്തിയുടെ നോട്ടവും ഇടയ്ക്കിടയ്ക്ക് മഞ്ജുവിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അവളാകട്ടെ പാത്രത്തിൽ നിന്ന് തലയുയർത്തി നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇവളെന്താ ദിനോസറിൻ്റെ കുഞ്ഞോ എന്ന രീതിയിൽ കാർത്തി അവളെ നോക്കി. ഗീതു കഴിക്കാനായി തുടങ്ങിയപ്പോഴാണ് ഓഫീസിലെ രാഹുൽ അവർക്കരികിലേക്ക് വന്നത്. ഗീതുവിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവളുടനെ ലഞ്ച് ബോക്സും എടുത്ത് അവരോട് കഴിച്ചോളാൻ പറഞ്ഞ് അവൻ്റെ ഒപ്പം ചെന്നു. അർജുൻ കഴിക്കാനായി വന്ന് അഭിയുടെയും കാർത്തിയുടെയും അടുത്തിരുന്നു. ശേഷം അവൻ ഗീതുവിനായി തിരഞ്ഞു. അവളെ അവരുടെ കൂടെ കാണാതായതും അവൻ ചുറ്റും കണ്ണോടിച്ചു. അങ്ങു മാറിയുള്ള ഒരു ടേബിളിൽ രാഹുലിനൊപ്പം അവൾ ഇരിക്കുന്നതായി അർജുൻ കണ്ടു. അവൻ്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. മുഷ്ടി ചുരുട്ടി അവൻ ദേഷ്യമടക്കിയെങ്കിലും കണ്ണുകൾ അവർക്കു ചുറ്റും തന്നെ തങ്ങി നിന്നു. കാർത്തി തലയുയർത്തി നോക്കിയതും അർജുൻ ദൂരെ എങ്ങോ നോക്കുന്നതായി കണ്ട് അവൻ്റെ കണ്ണുകളെ പിന്തുടർന്നപ്പോഴാണ് അർജുൻ്റെ ശ്രദ്ധ ഗീതുവിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയതും ചുമന്നിരിക്കുന്നതും കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. അതൊന്ന് ഉറപ്പിക്കാനായി കാർത്തി ഒരു നമ്പർ ഇട്ടു. എത്ര നേരമായി? എന്താ ഇവർക്ക് ഇത്ര സംസാരിക്കാൻ? ഫോൺ വിളിച്ചായിക്കൂടെ? കാർത്തി പറഞ്ഞു നിർത്തിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അർജുനെ ഒളി കണ്ണിട്ട് നോക്കി. അവിടെ ഇപ്പോൾ പൊട്ടും എന്ന അവസ്ഥയിലാണ്. അവളിപ്പോൾ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, എന്തേലും അത്യാവശ്യം കാണും, അഭി പറഞ്ഞു. അതെ, ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ, കഴിയുമ്പോൾ വരട്ടെ, കാർത്തി വീണ്ടും അർത്ഥം വെച്ച് സംസാരിച്ചു. അതും കൂടി കേട്ടതും അർജുൻ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. എന്താടാ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വരാനുണ്ട്, ഞാനിപ്പോൾ വരാം, അർജുൻ പറഞ്ഞു നിർത്തി. ഓ, അതായിരുന്നോ കാര്യം? നിന്റെ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ ഓർത്തു നിന്റെ 10 കോടിയുടെ ബിസിനസ് നഷ്ടമായെന്ന്, അർത്ഥം വെച്ച് കാർത്തി പിന്നെയും പറഞ്ഞു. ഇതുവരെ നഷ്ടമായിട്ടില്ല, നഷ്ടമായാൽ അറിയിക്കാം എന്ന് പറഞ്ഞ് ഗീതുവിനെയും രാഹുലിനെയും ഒന്നുകൂടി നോക്കി അർജുൻ അവിടുന്ന് പോയി. കാർത്തിയുടെ സംസാരത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ മഞ്ജുവും അനുവും പരസ്പരം നോക്കി. അഭി നോക്കിയപ്പോൾ അവൻ കണ്ണിറുക്കി കാണിച്ചു. അനുവും മഞ്ജുവും കഴിച്ചെണീറ്റതും അർജുന് ഗീതുവിനോടൊരു ചാട്ടമുണ്ടോ എന്നുള്ള കാർത്തിയുടെ സംശയം അവൻ അഭിയുമായി പങ്കുവച്ചു. അങ്ങനെയാണെങ്കിൽ ആ മസിൽമാനെ നമ്മൾ കയ്യോടെ പിടികൂടും എന്നവർ തീരുമാനിച്ചു. ഈ സമയം വെരികിനെ പോലെ ക്യാബിനിലൂടെ നടക്കുകയായിരുന്നു അർജുൻ. കാർത്തി പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ ഉള്ളിൽ ഒരു കനൽ സൃഷ്ടിച്ചിരുന്നു. ഈ ഭാവി കാര്യമൊക്കെ പറയുക എന്ന് വെച്ചാൽ അതിനർത്ഥം അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണോ? ഒരുപക്ഷെ രാഹുലിന് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവും, എന്ന് വെച്ച് ഗീതുവിന് തിരിച്ചുണ്ടാവണമെന്നില്ലല്ലോ. ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഒരു സ്വസ്ഥതയും ഇല്ലാണ്ടായപ്പോൾ അവൻ ഗീതുവിൻ്റെ സീറ്റിലേക്ക് പോയി. ഈ സമയം അർജുൻ തന്ന ഫയലിലെ ഓരോ പേജും കണ്ട് കിളി പോയിരിക്കുകയായിരുന്നു ഗീതു. ഇന്നലെ വർക്ക് ചെയ്തതിൻ്റെ ഇരട്ടി കഷ്ടപ്പാട് ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനായി സഹിക്കേണ്ടി വരുമെന്നും അവൾക്ക് ബോധ്യമായി. അർജുൻ ക്യാബിനിൽ നിന്നും അങ്ങോട്ട് ചെന്നപ്പോൾ ആ ഫയലുമായി മൽപ്പിടുത്തം നടത്തുന്ന ഗീതുവിനെയാണ് അവൻ കണ്ടത്. പേന കയ്യിലിട്ട് കറക്കിയും തലയ്ക്ക് കൈ കൊടുത്തും എഴുതിയത് കുത്തിവരച്ചും അവൾ കാണിക്കുന്ന തത്രപ്പാടുകൾ അവനിൽ ചിരി ഉളവാക്കി. ഒരു നിമിഷം എല്ലാം മറന്ന് അവൻ അവിടെ നിന്നു. ഇതും കണ്ടുകൊണ്ടാണ് ഗായത്രി അവനടുത്തേക്ക് നടന്നെടുത്തത്. അവൻ്റെ കണ്ണുകളെ പിന്തുടർന്ന് എത്തി നിന്നത് ഗീതുവിലാണ്. അവൾക്ക് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ഗീതുവിനോടുള്ള ദേഷ്യവും അമർഷവും അവൾ ഇരട്ടിയായി. അവൾ അർജുൻ്റെ അടുത്ത് ചെന്ന് സർ എന്ന് വിളിച്ചു. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത് അവൻ ഗായത്രിയെ നോക്കി. നേരത്തെ പോകണം, ഒരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അവൾക്ക് അതിന് അനുവാദം നൽകി. അവൾ പോയ ശേഷം ഒന്നുകൂടി ഗീതുവിനെ നോക്കി അവൻ ക്യാബിനിലേക്ക് തിരിച്ചുപോയെങ്കിലും അവളുടെ കുസൃതികൾ എപ്പോഴും കണ്ടോണ്ടിരിക്കണമെന്നും അവന് തോന്നി. ഉടൻ തന്നെ അവൻ കാർത്തിയെ വിളിച്ചു.
എല്ലാ സ്റ്റാഫ്സിനെയും കാണാൻ പറ്റുന്ന രീതിയിൽ അവരെ നിരീക്ഷിക്കാനാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും അടുത്ത് ക്യാമറ ഫിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. കാർത്തി ഉടനെ തന്നെ അതിനു വേണ്ട ഏർപ്പാട് ചെയ്തു. ശേഷം അർജുൻ ക്യാബിനിൽ നിന്ന് തന്നെ അവളെ കണ്ടുകൊണ്ടിരുന്നു. അവൾ കാണിക്കുന്ന ഓരോന്നും കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് വിശ്വനാഥൻ അർജുനെ വിളിച്ചത്. അവൻ ഉടനെ അച്ഛൻ്റെ ഓഫീസിലേക്ക് ചെന്നു. വർമ്മ ഡിസൈനർ പ്രസൻറ്റേഷനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു അവനെ വിളിപ്പിച്ചത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഫുൾ കോൺഫിഡൻസോടെ നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ വിശ്വനാഥന് അഭിമാനം തോന്നി. വൈകുന്നേരമായപ്പോഴേക്കും ഗീതു നന്നായി ക്ഷീണിച്ചു. പ്രസൻറ്റേഷൻ തയ്യാറാക്കാനുള്ള ഇരിപ്പ് തുടങ്ങിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു പെർഫെക്ഷൻ അവൾക്ക് ഫീൽ ചെയ്തില്ല. അവസാനം അവളുടേതായ ഐഡിയാസും ആ ഫയലിലെ ഹിൻസും കോർത്തിണക്കി ഒരു ഇൻട്രൊഡക്ഷൻ അവൾ തയ്യാറാക്കി മഞ്ജുവിനെ കാണിച്ചു. ശേഷം കാർത്തിയെയും. രണ്ടുപേരും അവളുടെ ആശയം വ്യത്യസ്തമാണെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും പറഞ്ഞു. അത് കേട്ടതും ഗീതുവിന് കുറച്ച് ആശ്വാസമായി. അവൾ അതിൽ തുടർന്നു. 5 മണിയായപ്പോഴേക്കും പോകാനായി മഞ്ജുവും മനുവും അവളെ വിളിച്ചു. ഇപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലാണ്. എന്തൊക്കെയോ പ്ലാൻസ് മനസ്സിൽ തെളിയുന്നുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ മനസ്സാകെ ബ്ലാങ്ക് ആവും. ഇതേ ഡെഡിക്കേഷനോടെ ഇത് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വന്നോളാം എന്നവൾ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞെങ്കിലും അച്ഛനെ വിളിച്ചോളാമെന്ന് പറഞ്ഞ് അവരെ ഗീതു പറഞ്ഞയച്ചു. അച്ഛനെ വിളിച്ച് വൈകുമെന്നും ഇറങ്ങാനാവുന്നതിന് മുന്നേ വിളിക്കാമെന്നും അവൾ പറഞ്ഞു. പിന്നെയും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവളുടെ മനസ്സിലെ ആശയങ്ങളെ കോർത്തിണക്കി ഓരോ കാര്യങ്ങളും അവൾ വിശദമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ടുണ്ടാക്കി. സമയം വീണ്ടും കടന്നുപോയി. കടുത്ത തലവേദന അനുഭവപ്പെട്ടപ്പോൾ ഗീതു പതിയെ ഫോൺ എടുത്തു നോക്കി. സമയം 7:10. ചുറ്റും നോക്കിയപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ചിലർ, അല്ലാതെ മറ്റാരും അവിടെയില്ല. ഈശ്വര, ഇത്രയും നേരമായോ? അറിഞ്ഞില്ലല്ലോ. ഇതാണെങ്കിൽ തീർന്നിട്ടുമില്ല. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കണം. പിന്നെ നല്ലൊരു കൺക്ലൂഷൻ കൂടി എഴുതിയാൽ മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. അത് വീട്ടിൽ ചെന്നിട്ടാവാം എന്ന് തീരുമാനിച്ച് അവൾ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. പക്ഷെ എത്ര വിളിച്ചിട്ടും ഫോൺ കണക്റ്റ് ആയില്ല. വല്ല യൂബറും വിളിച്ച് വീട്ടിൽ പോകാമെന്ന് അവൾ തീരുമാനിച്ചു. ഫയലും എഴുതിയ റിപ്പോർട്ട്സും എല്ലാം ഭദ്രമായി എടുത്തു വെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. മീറ്റിംഗ് കഴിഞ്ഞ് അർജുൻ തിരിച്ചെത്തി വീട്ടിലേക്ക് പോവാൻ വണ്ടി എടുക്കാനായി പാർക്കിങ്ങിലേക്ക് പോകാൻ തുടങ്ങിയതും തകർത്തു മഴ പെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടിയും വെട്ടുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. അർജുന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. കുറച്ചു നേരം കണ്ണുകളടച്ച് അവൻ കാറ്റുകൊണ്ട് അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അകലെ മാറി നിന്ന് ഫോണിൽ ആരെയോ വിളിക്കുന്ന ഗീതുവിനെയാണ് കണ്ടത്. അവളുടെ അടുത്തേക്ക് പോകാനായി തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ അടുത്ത് നിൽക്കുന്ന രാഹുലിനെ അവൻ കണ്ടു. അർജുൻ്റെ മനസ്സിൽ മറന്നു തുടങ്ങിയ കാർത്തിയുടെ വാക്കുകൾ പിന്നെയും അലയടിച്ചു. രണ്ടും കൽപ്പിച്ച് അവർക്കരികിലേക്ക് പോകാൻ തുടങ്ങിയതും രാഹുൽ കുട നിവർത്തി ഗീതുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി കാറിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ആ ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ അർജുൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അവൻ മഴയെപ്പോലും വകവെക്കാതെ നനഞ്ഞുകൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു. വണ്ടിയും എടുത്ത് നേരെ മംഗലത്തേക്ക് പോയി. ഗീതുവിനെ വീട്ടിലിറക്കി പോവാനൊരുങ്ങിയ രാഹുലിനെ അവൾ അകത്തേക്ക് ക്ഷണിച്ചെങ്കിലും പിന്നെ ഒരിക്കലാവാം വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് അവൻ പോയി. നാളത്തെ കാര്യം അവൻ അവളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. ഏറ്റു എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് ഗീതു വീട്ടിലേക്കും പോയി. വീട്ടിൽ ചെന്നതും കുളിച്ചു ഫ്രഷായി അവൾ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. വീട്ടിൽ ചെന്നിട്ടും അർജുൻ ഒരു സമാധാനവും കിട്ടിയില്ല. ഉള്ളിൽ കിടന്ന് ദേഷ്യവും വാശിയും സങ്കടവും നിറഞ്ഞു പൊന്തിക്കൊണ്ടിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് ആ കാഴ്ച അത്രയേറെ നീറ്റലുണ്ടാക്കി. ഷവറിനടിയിൽ എത്ര നേരം നിന്നിട്ടും അർജുൻ അവൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. കുളി കഴിഞ്ഞിട്ടും അർജുൻ്റെ ശരീരത്തിനെ മാത്രം തണുപ്പിക്കാനേ സാധിച്ചുള്ളൂ. അർജുൻ്റെ മനസ്സിൽ കാർത്തിയുടെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. രാഹുലും ഗീതവും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ പോയ ആ കാഴ്ച അവൻ്റെ ഉള്ളിൽ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരുന്നു. അവൻ തലയ്ക്ക് കൈകൊടുത്ത് കുനിഞ്ഞിരുന്നു. മനസ്സിലപ്പോഴും അവൻ്റെ ഉള്ളിലെ തോന്നലുകൾ ആർത്തലച്ചുകൊണ്ടിരുന്നു. ചിന്തകൾക്ക് വിരാമം ഇട്ടത് പെട്ടെന്നുള്ള ഫോൺ ബെല്ല് കേട്ടപ്പോഴാണ്. അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അൺനോൺ നമ്പർ ആയിരുന്നു. അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോരം ചേർത്തു. സർ, ഞാൻ ഗീതുവാ. മറുപുറത്തു നിന്നും എത്തിയ ഗീതുവിൻ്റെ ശബ്ദം അവൻ്റെ ഉള്ളിൽ അലയടിച്ച സംഘർഷങ്ങൾക്കെല്ലാമുള്ള മരുന്നായിരുന്നു. ഉള്ളിലെ കനലിൽ മഞ്ഞു വീഴുന്ന പോലൊരു സുഖം അവൻ അനുഭവിച്ചറിഞ്ഞു. ഒരു പരിധിവരെ അവൻ ആശ്വാസമായെങ്കിലും വൈകുന്നേരത്തെ കാഴ്ച കണ്ണിന് മുന്നിൽ തെളിഞ്ഞു വന്നതുകൊണ്ട് ഗൗരവം ഒട്ടും കൈവിടാതെ അർജുൻ ചോദിച്ചു, എന്തിനാ വിളിച്ചത്? സർ, എനിക്ക് നല്ല സുഖമില്ല.
നാളെ ലീവ് വേണം. നാളെ കഴിഞ്ഞ് നടത്താനുള്ള പ്രസൻറ്റേഷൻ ഞാൻ മഞ്ജിമയുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയോ? പേടിച്ച് അവൾ ചോദിച്ചു നിർത്തി. അവൾക്ക് സുഖമില്ല എന്ന് കേട്ടതും അർജുൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും എങ്ങോട്ടോ പോയി മറഞ്ഞു. അതിനു പകരം അവളോടുള്ള കരുതലും സ്നേഹവും അവിടെ ഇടം പിടിച്ചു. പ്രസൻറ്റേഷൻ നാളെ കഴിഞ്ഞാണ്. തിടുക്കപ്പെട്ടത് ചെയ്യണമെന്നില്ല. നാളെ കഴിഞ്ഞ് രാവിലത്തേക്ക് ചെയ്ത് തീർത്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആകുലതയോടെ അർജുൻ ചോദിച്ചു. ആ ചോദ്യം ഗീതുവിൽ വല്ലാത്തൊരു സന്തോഷം ഉണർത്തി. ഇല്ല സർ, വൈകിട്ടൊന്ന് മഴ നനഞ്ഞിരുന്നു, അതാവും. നാളെ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. ഗായത്രി മാഡത്തിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, അത് ഞാൻ സാറിനെ വിളിച്ചത്. മറന്നു തുടങ്ങിയ ആ കാഴ്ച അവളുടെ വാക്കുകളിലൂടെ വീണ്ടും അർജുൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. എങ്കിലും ഒരുവിധം ദേഷ്യമടക്കി വേറൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ തന്നെ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. വെച്ചോ? ഓ, ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഓന്ത് നിറം മാറില്ല ഇത്ര വേഗം. ഇപ്പം കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചയാളാ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് പോയത്. എന്നാലും ആ പാവം വിശ്വനാഥ് സാറിന് എങ്ങനെയാണോ ഇതുപോലൊരു കാട്ടാളിനെ മകനായി കിട്ടിയത്? അദ്ദേഹം എന്ത് പാവാ! ഇത് കടിച്ചു കിറമിക്കുന്ന ഡ്രാക്കുള. കാട്ടാളിനായാലും ഡ്രാക്കുളയായാലും ചെക്കൻ മഞ്ചന. ആരും ഒന്ന് നോക്കിപ്പോവും. വെൽ ബിൽറ്റഡ് ബോഡിയും നല്ല ഉഗ്രം താടിയും കുഞ്ഞിക്കണ്ണുകളും ചിരിക്കുമ്പോഴുള്ള നുണക്കൊഴിയും മൊത്തത്തിൽ കൊള്ളാം. പറഞ്ഞിട്ടെന്താ കാര്യം, സ്വഭാവം ഇതായി പോയല്ലോ. അന്നത്തെ ഗീതുവിൻ്റെ ചിന്തയിൽ മുഴുവനും അർജുൻ നിറഞ്ഞു നിന്നു. നാളെ കഴിഞ്ഞ് പ്രസൻറ്റേഷൻ തയ്യാറാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കെതിരെ ആശ്വാസം തോന്നി. നാളെ ബാക്കി ചെയ്യാമെന്ന് തീരുമാനിച്ച് അന്നത്തെ ക്ഷീണം മുഴുവൻ തീർക്കാൻ അവൾ നേരത്തെ കിടന്നുറങ്ങാൻ തുടങ്ങിയപ്പോഴും അവളുടെ മനസ്സിൽ അർജുൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അങ്ങനെ എപ്പോഴോ അവൾ നിദ്രയെ പുൽകി. എന്നാൽ കലങ്ങി മറഞ്ഞ മനസ്സും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും മനസ്സിൽ അലയടിക്കുന്ന ചിന്തകളുമായി സംഘർഷത്തിലായിരുന്നു അർജുൻ്റെ മനസ്സ്. തൻ്റെ ഉള്ളിലെ ചിന്തകൾക്ക് ഉത്തരം തേടാതെ അന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് ഉറപ്പായി. തൻ്റെ ഉള്ളിലെ ഈ സമ്മർദ്ദത്തിൻ്റെ ഉത്തരം എത്രയും വേഗം കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചു. നേരെ ഫോൺ എടുത്ത് അവൻ കാർത്തിയെ വിളിച്ചു. ഹലോ, ആടാ പറയാം, എന്താ ഈ നേരത്ത്? കാർത്തി ഉറക്കച്ചവടോടെ ചോദിച്ചു. എടാ അതാണെങ്കിൽ അർജുൻ വാക്കുകൾക്കായി പരതി. നിനക്കെന്താടാ വിക്കുണ്ടോ? പാതിരാത്രി വിളിച്ച് മനുഷ്യനെ കളിയാക്കുന്നോ? കാർത്തി ചൂടായി. അത് ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കായിരുന്നില്ലേ? അപ്പോൾ രാഹുലും ഗീതുവും. നീ ലഞ്ച് കഴിച്ചില്ലല്ലോ. ഞങ്ങൾ കഴിക്കാൻ പിടിച്ചിരുത്തിയപ്പോൾ നീ എണ്ണീറ്റ് പോയില്ലേ? അർജുൻ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് മനസ്സിലായതും കാർത്തി അവനെ വട്ടം ചുറ്റിക്കാനായി ഓരോന്ന് ചോദിച്ചു. അതല്ലടാ, ഗീതുവും രാഹുലും മാറിയിരുന്നല്ലോ, അപ്പോൾ നീ എന്തോ പറഞ്ഞല്ലോ. അർജുൻ മടിച്ചാണേലും ഒരുവിധം ചോദിച്ചു. കാർത്തിക്ക് അതോടുകൂടി തൻ്റെ സംശയം സത്യമാണെന്ന് വ്യക്തമായി. ചെക്കൻ ഉറക്കം പോയിട്ടുള്ള വിളിയാണെന്നും ഉറപ്പായി. ഞാൻ എന്തു പറഞ്ഞെന്നാ? നീ എന്തൊക്കെയാടായി പറയുന്നേ? കാര്യം മനസ്സിലായതും കാർത്തി അർജുനെ ചുറ്റിക്കാൻ വേണ്ടി ഉരുണ്ട് കളിച്ചു. എടാ, നീ എന്തോ പറഞ്ഞില്ലേ ആ സമയത്ത്? അതിനെപ്പറ്റിയാ? ഞാൻ എന്തു പറഞ്ഞെന്നാ? അല്ല, എന്തേലും പറഞ്ഞാലെന്താ? നീ ഇപ്പോൾ ഈ പാതിരാത്രി അത് വിളിച്ചു ചോദിക്കുന്ന എന്തിനാ? അതെന്തായാലും ഇപ്പോൾ എന്താ വിട്ടുകളാ? കാർത്തി കൂസലില്ലാതെ പറഞ്ഞു. അതും കൂടിയായപ്പോൾ അർജുന് ദേഷ്യം വന്നു. എടാ കോപ്പെ, ഇന്ന് നീ പറഞ്ഞില്ലേ അവർ സംസാരിച്ചപ്പോൾ ഭാവി കാര്യം വലുതുമായിരിക്കുമെന്ന്? അതെന്താ അങ്ങനെ എന്നറിയാനാണ് വിളിച്ചത്. എൻ്റെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എനിക്കറിയണ്ടേ? വല്ല ചുറ്റിക്കളി ഉണ്ടെങ്കിലോ എന്നോർത്ത് ഞാൻ ചോദിച്ചതാ. ശരി, ഞാൻ സമ്മതിച്ചു. അവർ തമ്മിൽ ഒന്നുമില്ലടാ. ഞാൻ മാറി നിന്ന് സംസാരിച്ചപ്പോൾ സംശയം പറഞ്ഞതാ. അല്ല, നീ അതിപ്പോൾ പാതിരാത്രി അതോർത്തിരിപ്പാണോ? ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിനക്കെന്താ? കാർത്തി അർജുൻ്റെ മറുപടിക്കായി കാതോർത്ത് പറഞ്ഞു. എനിക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ ഓഫീസിൽ കിടന്ന് അഴിഞ്ഞാടാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് ഓർത്തപ്പോൾ അങ്ങ് ചോദിച്ചതാ, അല്ലാണ്ട് അതോർത്തിരുന്നൊന്നുമല്ല. കാർത്തിയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം പതറിയെങ്കിലും അർജുൻ ഒരുവിധം പറഞ്ഞു. അതെനിക്കറിയാടാ, അല്ലാണ്ട് നീ ആ ഗീതുവിനോട് പ്രേമം മൂത്ത് അതറിയാൻ വിളിച്ചതല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? ചിരി ഉള്ളിലൊതുക്കി കാർത്തി പിന്നെയും അർജുനിട്ട് ഒന്ന് ഇറങ്ങി നോക്കി. അർജുൻ അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ തല കുറങ്ങുന്നത് പോലെ തോന്നി. തൻ്റെ മനസ്സിലുള്ളതാണ് അവൻ തമാശ രൂപേണ ചോദിച്ചത്. അവൻ ഉടനെ ബൈ പറഞ്ഞ് ഫോൺ വെച്ചു. ഭാഗ്യം, പൊട്ടൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ വാല് മുറിഞ്ഞേനെ. അർജുൻ, കൺട്രോൾ യുവർ സെൽഫ്. നിനക്കുള്ള കുഴി നീ തന്നെ തോണ്ടാതെ, അവൻ സ്വയം പറഞ്ഞ് ചിരിയോടെ കട്ടിലേക്ക് വീണു.
വല്ലാത്തൊരു സമാധാനം അവന് തോന്നി. വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ. കാർത്തി ഉച്ചയ്ക്ക് പറഞ്ഞത് കേട്ടപ്പോൾ താൻ അറിയാത്ത എന്തോ ഒന്ന് രാഹുലിനും ഗീതുവിനും ഇടയിൽ ഉണ്ടെന്നാണ് കരുതിയത്. അതില്ലെന്നറിഞ്ഞപ്പോൾ പാതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ. ഇതേ സമയം കാർത്തി, ഞാനൊരു പൊട്ടനാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? നിന്റെ കള്ളക്കളികളൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? എടാ കള്ള കാമുക, പ്രേമത്തിന്റെ മഴ അടിച്ചാൽ പോലും ഈ കാർത്തിക്ക് മനസ്സിലാവും. നിനക്ക് പ്രേമത്തോട് പുച്ഛമാണല്ലേ? നിന്റെ പുച്ഛം ഞാൻ മാറ്റിത്തരാം. നിന്റെ ഉള്ളിലെ കള്ള കാമുകനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ കരുവാണ് രാഹുൽ. അവനെ വെച്ച് ഞാൻ ഒരു കളി കളിക്കും. ഒരുപാട് പദ്ധതികൾ മനസ്സിൽ കണ്ടുകൊണ്ട് കാർത്തിയും നിദ്രയെ പുൽകി. പിറ്റേന്ന് തന്നെ ഗീതു കുളിച്ചൊരുങ്ങി മഞ്ജുവിനെയും അനുവിനെയും വിളിച്ച് വരില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞ ശേഷം അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പറഞ്ഞ പോലെ രാഹുൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്നു. രാഹുലേട്ടൻ വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, തൊഴുതുവാ, ഞാനിവിടെ നിൽക്കാം. അവൾ തലയാട്ടിക്കൊണ്ട് വേഗം അമ്പലത്തിനുള്ളിലേക്ക് കയറി തൊഴുതു. അവൾ വേഗം തന്നെ തൊഴുതിറങ്ങി. വാ മോനെ പോവാം. സുജാത രാഹുലിനെ വന്ന് വിളിച്ചു. ഒരു 5 മിനിറ്റ് അമ്മേ, ഞാൻ അമ്മയ്ക്ക് ഒരാളെ കാണിച്ചു തരാം. ആരാടാ? ദേ ഇപ്പോൾ വരും. എത്തിപ്പോയല്ലോ അമ്മേ. ദേ ഇത് ഗീതിക മേനോൻ, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഗീതു ഉടനെ അവരെ നോക്കി പുഞ്ചിരിച്ചു. സുജാത തിരിച്ചും. പരസ്പരം പരിചയപ്പെട്ടു. ഗീതുവിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാഴായിരി ആയതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ സംസാരത്തിലൂടെ കുറച്ചു നേരം കൊണ്ട് തന്നെ അവർ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ പോലെയായി. ഗീതുവിൻ്റെ സംസാരമൊക്കെ കണ്ട് സുജാതയും അവളോടൊപ്പം കൂടി. വിശേഷങ്ങൾ പങ്കുവെച്ചും തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും നല്ലതുപോലെ കൂട്ടായി. സുജാത അവരുടെ കയ്യിലെ പ്രസാദം ഗീതുവിന് നീട്ടി. അവൾ അത് മേടിച്ചു. ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. സുജാതയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഗീതു അവരെ കെട്ടിപ്പിടിച്ചു ആശംസകൾ നേർന്നു. അവർ സന്തോഷത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ശേഷം അവരോടൊപ്പം വണ്ടിയിൽ കയറി രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. സുജാത വീടൊക്കെ ഗീതുവിന് കാണിച്ചു കൊടുത്തു. പിറന്നാൾ പായസവും കുടിച്ച് കുറച്ചു നേരം കൂടി അവിടെ സംസാരിച്ചിരുന്നു. ഇനിയൊരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഈ സമയം ഓഫീസിൽ ഗീതുവിൻ്റെ അസാന്നിധ്യം അർജുനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. കാണാതെ ഇരിക്കുമ്പോൾ അസ്വസ്ഥനാകുമെന്നറിയാമായിരുന്നെങ്കിലും ഇത്രത്തോളം അതവനെ ബാധിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലൂടെ ഗീതുവിൻ്റെ സ്ഥലത്തേക്ക് നോക്കിയെങ്കിലും അവിടെ ശൂന്യമായി കിടക്കുന്നത് അർജുനെ അലസോരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അവിടേക്ക് പാഞ്ഞു പോകും. ഇന്നലെ വർക്ക് കൊടുത്തതു മുതൽ അവൾ അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ കണ്ടിരുന്ന് ചിരിച്ചത് അവൻ ഓർത്തു. ലീവ് അനുവദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരു നിമിഷം അവന് തോന്നി. ഫോൺ എടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്തെങ്കിലും കോള് കണക്റ്റ് ആയില്ല. നിരാശയും ദേഷ്യവും ഒക്കെ അവനിൽ ഉടലെടുത്തു. ഈ ചെറിയ സമയം കൊണ്ട് അവൾ എന്നെ ഇത്രമാത്രം സ്വാധീനിച്ചിരുന്നോ? ഞാൻ അവളെ ഇത്രമാത്രം സ്നേഹിച്ചു തുടങ്ങിയോ? മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തേടിയവൻ. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടേയിരുന്നു. ഇനി ഓഫീസിൽ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവൻ്റെ ക്ലയൻറ്റിനെ വിളിച്ച് കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് നിർദ്ദേശം കൊടുത്ത് അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി. ഗീതുവിനെയും കൂട്ടി രാഹുൽ പോയത് ഒരു വലിയ വീടിൻ്റെ മുന്നിലേക്കായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി ഗീതു രാഹുലിനെ നോക്കി. വല്ലാത്തൊരു പരിഭ്രമം അവൻ്റെ മുഖത്ത് അവൾക്ക് കാണാൻ സാധിച്ചു. ഒന്നും പേടിക്കണ്ട രാഹുലേട്ടാ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് രാഹുലിനെ സമാധാനിപ്പിച്ചു. അവൾ ആ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നു. നേരെ അവർ പോയത് ടൗണിലെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. അർജുൻ സ്ഥലത്തെത്തി ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയതും തൊട്ടടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന ഗീതുവിലേക്കും രാഹുലിനെയുമാണ് അർജുൻ കണ്ടത്. ഒരു നിമിഷത്തേക്ക് സർവ്വനിയന്ത്രണവും നഷ്ടപ്പെടുന്നത് പോലെ, തല മരവിക്കും പോലെ അവന് തോന്നി. തന്നോട് ലീവ് വേണം, സുഖമില്ല എന്ന് കള്ളം പറഞ്ഞ് രാഹുലിനൊപ്പം അവൾ എന്തിനു പോയി എന്ന ചോദ്യം അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. കമിതാക്കളെപ്പോലെ പരസ്പരം സംസാരിച്ചും ചിരിച്ചും കൈകോർത്തു പിടിച്ചും നടന്നു വരുന്നവരെ കണ്ടപ്പോൾ തൻ്റേതെന്ന് വിശ്വസിച്ച ഒന്ന് കൈവിട്ടു പോകുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ തോന്നി. കവിളുകളെ ചുംബിച്ചുകൊണ്ട് കണ്ണുനീർ ചാലു തീർത്തു. കണ്ണുനീരിനാൽ കാഴ്ച മറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അവൻ കണ്ടു രാഹുലിൻ്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറുന്ന ഗീതുവിനെ. തൻ്റെ സ്വപ്നങ്ങൾക്കും ജീവിതത്തിനും അവളുടെ മുഖം കൊടുത്ത് താൻ അവളെ സ്നേഹിച്ചു, ഭ്രാന്തമായി തന്നെ പ്രണയിച്ചു. അവൾ പോലും അറിയാതെ
പക്ഷേ ആ പ്രണയത്തെ സാക്ഷാത്കരിക്കാൻ, താൻ കണ്ട സ്വപ്നങ്ങൾക്കെല്ലാം നിറം പകരാൻ, അവളോട് ആ ഇഷ്ടം പങ്കുവെക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നത് അവനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അവളെ കണ്ട നിമിഷം മുതൽ ഉള്ളിനുള്ളിൽ അവളെ കൊണ്ട് നടക്കുകയായിരുന്നു താൻ. ഒരു നിമിഷം കൊണ്ട് ഒരാളോട് പ്രണയം തോന്നില്ല. തനിക്ക് പ്രണയത്തോട് പുച്ഛമാണെന്ന് പറഞ്ഞ് കാർത്തിയോട് തർക്കിച്ചുവെങ്കിലും നിനക്കായി വിധിച്ചവൾ നിന്റെ മുന്നിലെത്തുമ്പോൾ അവളോട് പ്രണയം തോന്നാൻ ഒരു നിമിഷം പോലും ചിലപ്പോൾ വേണ്ടിവരില്ല. ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. ചിലപ്പോൾ നിനക്ക് പ്രണയം തോന്നിയാലും അവൾക്കത് തിരിച്ചു തോന്നാൻ ഒരു യുഗം തന്നെ വേണ്ടിവരും. ഒരുപക്ഷെ നിന്നിൽ നിന്നും അകന്ന് നഷ്ടപ്പെട്ടു പോയി എന്നും ഇരിക്കും.